അതായത് ഉണ്ടല്ലോ ഏട്ടാ, എനിക്കിപ്പോൾ ഒരു കസ്റ്റമർ വന്നു കേട്ടോ. നല്ല പൊക്കമുള്ള കസ്റ്റമറാണ്. നമ്മൾ സാധാരണ നമ്മുടെ മലയാളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നവൻ്റെ കഥ ഞാൻ പറയാം കേട്ടോ. മലയാളിയായിരുന്നു. അവ വന്നിട്ടാ അവ വന്നിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചി സുഖാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ് ആ സുഖം. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു നല്ല പൊക്കം വെച്ചല്ലോ, വയറൊക്കെ ചാടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ പറഞ്ഞു ചേച്ചി നല്ല സുന്ദരിയായി, ചേച്ചി ക്ഷീണിച്ചു കേട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ അവനിക്ക് കാശൊക്കെ തന്നു കേട്ടോ. എൻ്റെ 300 ദിറംസ്, എനിക്ക് 300 ദിറംസാണ് ഇപ്പം. അങ്ങനെ എനിക്ക് ആ 300 എന്നിട്ടുണ്ടല്ലോ ഞാൻ അവനോട് കാശൊക്കെ മേടിച്ചിങ്ങനെ വെച്ചിരുന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞ് ഷർട്ടൊക്കെ ഒന്ന് ഊരിട്ടോന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പുള്ളി ഷർട്ടൊക്കെ ഊരി. എൻ്റെ ചേട്ടാ നല്ല സുഖം എന്ന് പറഞ്ഞിട്ടല്ലോ, അടാർ സുഖം സത്യം. എന്നിട്ട് അവ ഷർട്ടൊക്കെ ഊരിയിട്ട് നമ്മുടെ മസാജ് സെൻ്ററിൻ്റെ ആ ബെഡിൽ ഇങ്ങനെ പതുക്കെ കിടന്നിട്ടോ. പതുക്കെയൊക്കെ കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ മസാജും ചെയ്തു. ഞാൻ മസാജൊന്നും ചെയ്തില്ല. ഓക്കെ, ഞാനുണ്ടല്ലോ ഏട്ടാ എൻ്റെ അടുത്ത് വന്ന കസ്റ്റമറാണ്, കുറെ നാളെ കണ്ടിട്ട്. അപ്പൊ ഞാൻ എന്താക്കി, അവൻ്റെ അടുത്ത് പതുക്കെ പോയി. പതുക്കെ അവൻ്റെ അടുത്ത് പോയിട്ടുണ്ടല്ലോ, അവൻ്റെ കഴുത്തില്ലേ നല്ല അടിപൊളി ചെക്കന, നല്ല ചുള്ളൻ ചെക്കന. അവൻ്റെ കഴുത്ത് പക്ഷെ ഉണ്ടല്ലോ ശരീരം നല്ല നീറ്റ്, കശത്തൊന്നും ഒരു രോമയില്ല, അവൻ്റെ താഴെ രോമല്ലോ ഒന്നുമില്ല. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടു കേട്ടോ, ഡ്രസ്സ് ഞാൻ ഇട്ടു. ഞാൻ പതുക്കെ ഊരിയുള്ളൂ. ഓക്കെ, എന്നിട്ടുണ്ടല്ലോ ഞാൻ അവൻ്റെ അടുത്ത് പോയടാ, ജോയല്ലേ ചേച്ചി പോയി. അങ്ങനെ ഞാൻ അവനൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ ആദ്യം ചെവിട്ടിപ്പിടിച്ച് കടിച്ചു. അത് ചെവി പിടിച്ച് കടിച്ചപ്പോഴല്ലോ അവൻ ഇങ്ങനെ ഒരു ഞെളക്കം. അപ്പം എനിക്ക് തന്നെ മൂടായി. ലാസ്റ്റ് അവൻ എന്നെ കെടുത്തിട്ടുണ്ടാവും. ചേച്ചിയുടെ ഇവിടെ ചെവിട്ടിൽ പതുക്കെ കടിച്ചു. നാക്കും കൂടെ കിടങ്ങി ഭയങ്കരമായിട്ട് സൂചിച്ചു. അപ്പൊ ഞാൻ അറിയണ്ട ഇട മൈന്ന് ഒറ്റ വിളി. ആ മൈന്ന് വിളിച്ചപ്പോഴേക്കും അവന്റെ സാധനം ഇങ്ങനെ പൊന്തി മോനെ. ആ സാധനം ഉണ്ടല്ലോ മൈന്ന് വിളിച്ചതേ ഉള്ളൂ, അപ്പോഴേക്ക് സാധനം നല്ലതായിട്ട് പൊന്തിയേട്ടാ. ഇത്ര ഉണ്ട് സാധനം, സത്യം. നീട്ടാൻ കുറവാണെങ്കിലും സാധനം പൊടി. ഫുള്ള് ക്ലീനും. എനിക്കാണെങ്കിൽ ഭയങ്കര വണ്ണമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അത് സത്യസന്ധം വേണ്ടി ഞാൻ പറയാലോ. കേൾക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്തും അറിയോ. നല്ല മൂടായിട്ടുണ്ടല്ലോ. അവ എന്നോട് പറയാം. എന്നിട്ടുണ്ടല്ലോ ഞാൻ ആ ചെറുക്കനെ ഇവിടെയൊക്കെ കടിച്ചു. സത്യം, മൊത്തത്തിൽ കടിച്ച് എനിക്ക് ഏറ്റവും കൂടെ ആണെങ്കിൽ ഇവിടെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ല എന്നിട്ടുണ്ടല്ലോ കേട്ടോ, സത്യം ഞാൻ ആ ചെക്കൻ്റെ അവിടെയൊക്കെ ശരിക്കും അങ്ങ് കടിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടിക്കുന്നത്. കടിച്ചപ്പോൾ ഉണ്ടല്ലോ അവൻ ഇങ്ങനെ പൊളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ കേട്ടോ. അവൻ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒറ്റ കടി കടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മൂടായി. സത്യം, എനിക്ക് ഭയങ്കര മൂടായിട്ട്. എനിക്ക് മൂടായി കഴിഞ്ഞാൽ തെറി പറയും. അയ്യോ, എന്നിട്ട് ചുണ്ടൊക്കെ വന്ന് കടിച്ചവൻ. ചുണ്ട് കടിച്ചെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ലാസ്റ്റ് ഞാൻ അവനെ കിടത്തി അവൻ്റെ കുട്ടനെ കൈപ്പിടിച്ചു. നല്ലപോലെ കുട്ടനെ കൈപ്പിടിച്ചിട്ടുണ്ടല്ലോ. എന്ത് തിരിയാ പറയുക, എന്ത് വാട്ടിയുമ്മി തിരി, എന്ത് തിരി, മനസ്സിലായില്ല എന്ത് തിരിയാ? തിരി എന്ന് പറഞ്ഞാ മനസ്സിലായില്ല പലരോട്ടും ഉദ്ദേശിച്ചത്. ഞാൻ അവനെ തിരിച്ചു കിടത്തിയിട്ടുണ്ടല്ലോ. അവൻ്റെ തെറി, ഞാൻ അവനെ തെറി പറഞ്ഞ് മൈരേന്ന് വിളിച്ചു. എടാ നായിൻ്റെ മോനേന്ന് വിളിച്ചു. ഈ തെറി കേട്ടപ്പോൾ അവൻ ഒന്നുകൂടി ഇൻട്രസ്റ്റ് കൂടി. എൻ്റെ 2 കൈ ഇങ്ങനെ മലത്തി പിടിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ഇവിടെ പിടിച്ച് കടിച്ചേട്ടാ. കടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പതുക്കെ കൈ ഇങ്ങനെ വെച്ചുണ്ടല്ലോ ഇങ്ങനെ തിരിച്ച്. അയ്യോ വയ്യ. എന്നിട്ടുണ്ടല്ലോ പതുക്കെ അവനെ കിടത്തിയിട്ടുണ്ടല്ലോ. അവൻ്റെ പേരിൽ നീന്തി കുട്ടൻ്റെ അടുത്ത് വരെത്തി. എന്നിട്ടുണ്ടല്ലോ അവനെ താഴേന്ന് ഇങ്ങനെ ഞാൻ മാത്രമേ കമ്പനി ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള എന്നിട്ട് കേട്ടോട്ടെ. എന്നിട്ട് പതുക്കെ ഞാൻ താഴേന്ന് ഇങ്ങനെ ഞൂണ്ടി മേളോട്ട് ഇങ്ങനെ ഞൂണ്ടി
പിടിച്ച് തിരിച്ചു. എന്നിട്ടുണ്ടല്ലോ പതുക്കെ താഴോട്ട്. ചേച്ചി എല്ലാവരോടും കമന്റ് ചെയ്യാൻ ഡേ എല്ലാവരും കമന്റ് ചെയ്യണേ. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴൊരു ഇൻട്രസ്റ്റ്. നിങ്ങൾ അതിന് ചോദിച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ്. നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഇവിടെ പാലാരിവട്ടം മാത്രമേ കമന്റ് ഇടുന്നുള്ളൂ. എനിക്ക് നാണാ. എനിക്ക് ഇത്രയും പറയുന്നു നിങ്ങൾ കാണിക്കേണ്ട ആവശ്യം. എന്നിട്ടുണ്ടല്ലോ സത്യം. എന്നിട്ടുണ്ടല്ലോ പതുക്കെ അപ്പം അങ്ങനെ പറ. നിങ്ങൾ കമന്റ് ഇടുമ്പോഴേക്കും എന്നിട്ടുണ്ടല്ലോ സത്യം. എന്നിട്ട് ഞാനിവിടെ പതുക്കെ ഇങ്ങനെ താഴേറി പതുക്കെ തലോടി ഉണ്ടല്ലോ ഇങ്ങനെ ചെടി കമഴ്ത്തിങ്ങനെ മുഖം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിങ്ങനെ ഇങ്ങനെ വലിച്ചു. എന്നിട്ടുണ്ടല്ലോ പതുക്കെ എന്നിട്ട് പതുക്കെ കുട്ടനെ എടുത്തിട്ട് വിളിച്ചു. മതിയില്ലേ? ഓ മൈ ഗാഡ്. എങ്ങനെയുണ്ട് കഥ വീണു? തുടക്കം ഇങ്ങനെ ആരംഭിച്ചാൽ മതി. പിന്നെ നമുക്ക് പറയാലോ. നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ കഥകൾ ഇനി എനിക്കുണ്ടാകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു തരും. അടിപൊളി. സത്യം പറ. എന്നിട്ടുണ്ടല്ലോ ഏട്ടാ ഞാൻ അത്ര വലിയ സാധനമായിരുന്നു. എന്നിട്ട് പതുക്കെ ഞാൻ അങ്ങനെ പതുക്കെ ആ കുട്ടനൊന്ന് സുഖിച്ച് കാണും. സുഖിച്ചോന്നോ അവൻ ചേച്ചീന്ന് വിളിച്ചു. എന്നിട്ട് പതുക്കെ ഞാൻ അവിടെ പൂക്കളിലേക്ക് പോയിട്ട് എനിക്ക് നല്ല മുടി. ലാസ്റ്റ് പതുക്കെ എന്നെ അവിടെ കിടത്തി. അയ്യോ കാല് രണ്ടു കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. ഫീല്. എത്ര മിനിറ്റ്? 10 അല്ല ഞാൻ ഒരുപാട് സുഖിച്ചു. പക്ഷെ അതിന് സാധനം വെക്കൊന്നും പോയി. അത് 20 മിനിറ്റ് ഉണ്ടായുള്ളൂ. പക്ഷെ അവൻ നന്നായിട്ട് സുഖിച്ചു. അതിലേറെ എനിക്കൊന്നും ആയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ സുഖിച്ചു കേട്ടോ, ഇല്ലെന്നല്ല. അപ്പൊ ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇന്ന് നല്ല സുഖം കിട്ടിയില്ലേ ചേച്ചി, അടിപൊളി ഫീലിംഗ് ആയിട്ട്. കാരണം ഞാൻ നല്ല മൂഡിലായിരുന്നു അവൻ വന്ന. പക്ഷെ സൂപ്പർ സാധനം. ശരിക്കും എൻജോയ് ചെയ്തു. ആ കുട്ടനും ഉണ്ടല്ലോ പിടിച്ചിട്ട് ഇങ്ങനെ തലോടി തൊടയുടെ ഇടയിൽ ആദ്യം വെച്ചു. തൊടയുടെ ഇടയിൽ വെച്ച് കുറെ ക്രീമൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച് തൊടയിൽ വെച്ചിട്ട് നല്ല രസം. ഓയിലൊക്കെ തേച്ച് തൊടയിൽ വെച്ചടിച്ച് കുറേ നേരം തൊടയിൽ ഇങ്ങനെ വെച്ച്. അയ്യോ ഞാനാണെങ്കിൽ തെറി പറയുമ്പോ ചേച്ചി ഏകദേശം ഒരു 3-4 ഇഞ്ച് കാണും. പക്ഷെ അത് അടുത്തോണ്ട് വണ്ണം. ഈ വണ്ണുള്ള സാധനം കയറിയപ്പോണ്ടല്ലോ ഇങ്ങനെ വെച്ചു. അയ്യോ പതുക്കെ കിട്ടണം. അത്ര മതി എനിക്ക് വന്ന. ഇനി ബാക്കി പിന്നെ പറയുന്നുണ്ട്. ഞാൻ പാട്ട് നമുക്ക് മക്കളെ വിടാം. വാ